നമസ്കാരം. ഒരു ശബത്തിൽ യേശു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 വർഷമായി രോഗാത്മാവ് ബാധിച്ച് കൂനിയായ ഒരു സ്ത്രീയെ കണ്ട് അവൻ അവളെ സുഖപ്പെടുത്തി. മറ്റൊരു വേലയും ചെയ്യരുതാത്ത ശബത്തിൽ യേശു സൗഖ്യം നൽകിയതുകൊണ്ട് പള്ളിപ്രമാണി അവനോട് നീരസപ്പെട്ടു. കപടഭക്തന്മാരെ എന്ന് വിളിച്ച് അവരുടെ പരീശത്വത്തെ യേശു ശകാരിക്കുകയാണ്. ഒടുവിൽ കൂനിയായിരുന്ന സ്ത്രീയെ അബ്രഹാമിൻ്റെ മകളെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ട ജനക്കൂട്ടത്തിൻ്റെ സന്തോഷവും സുവിശേഷ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില തോന്നലുകൾ പങ്കുവെക്കാനുണ്ട്. ഒന്നാമത്, യേശുവിൻ്റെ പള്ളിയിൽ പോക്ക് നമ്മുടേതിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും അവനെ സമീപിച്ചിട്ടുള്ള മറ്റുള്ളവരെ പോലെ കുഷ്ഠരോഗിയെയോ കനാന്യക്കാരിയെയോ കുരുടന്മാരെയോ പോലെ ഇവൾ ഒരപേക്ഷയോ ആവശ്യമോ യേശുവിനോട് ഉന്നയിക്കുന്നില്ല. യേശു അവളെ കണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. സത്യത്തിൽ ഈ ഉൾക്കാഴ്ചയിലും സമീപനത്തിലുമാണ് ക്രിസ്ത്യാനികളെ ഇന്നും വെല്ലുവിളിക്കുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകുന്ന ശരിക്കും ക്രിസ്ത്യാനികളാണ് നാം എല്ലാവരും. പക്ഷേ നാം കാണാതെ പോകുന്ന ചിലർ നമുക്കിടയിലുണ്ട് എന്നത് ഓർക്കുന്നതിനാവണം ഈ ദിവസം. സത്യമായും പല കാരണങ്ങൾ കൊണ്ട് തല ഉയർത്താനാവാത്തവർ നമുക്കിടയിലുണ്ട്. മാറാത്ത രോഗങ്ങൾ, കടഭാരം, ബാധ്യതകളുടെ ആധിക്യം, ചില കുറ്റബോധങ്ങൾ, മദ്യപൻ എന്ന പരിഹാസം, എന്തിന് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള പലതും വാങ്ങി നൽകാൻ പോലും പറ്റാതെ വല്ലാതെ തലകുനിച്ച് നിൽക്കുന്ന അപ്പന്മാർ പോലും നമ്മുടെ പള്ളികളിൽ നമുക്കിടയിൽ തന്നെ ഉണ്ട് പ്രിയരെ. നിശ്ചയമായും അവരുടെ മുഖമൊന്ന് ഉയർത്താൻ നമ്മുടെ കൈവശം ദൈവം ചിലത് നൽകിയിട്ടുണ്ടെങ്കിൽ നൽകണം പ്രിയരെ, നമ്മളാൽ ആവും വിധം. ഒരുപക്ഷെ അവരുടെ മുഖം ഉയരുന്ന നിമിഷങ്ങളിൽ മാത്രമാവും നമ്മൾ അറിയുക അവരുടെ കണ്ണുകൾക്ക് കടലിൻ്റെ ആഴമുണ്ടെന്നും അതിലിനിയും ഉപ്പുരസം കിനിയുന്ന കണ്ണീരലകൾ തോരാതെ ഉണ്ടെന്നും. രണ്ടാമത്, യേശു ആ പള്ളിപ്രമാണിയെ കപടഭക്ത എന്ന് വിളിച്ചപ്പോൾ ഓർക്കുന്ന നടുക്കമാണ്. ഒരു നന്മയും അംഗീകരിക്കാതെ പഴി പറയാൻ ഒരു കാരണം അതിലെങ്ങനെയും തേടുന്നവനെയാണ് കപടഭക്തനെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ശബത്തിൽ സൗഖ്യം പാടില്ലത്രേ, നോമ്പിലാണത്രേ വഴക്ക് പിടിക്കുന്നത് എന്ന് പറയും പോലെ ഒരു സ്വരം. പറയുമ്പോൾ ന്യായപ്രമാണപ്രകാരം ശരിയാണ്. എങ്കിലും എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരാളുടെ കുറ്റം പറയാൻ ശ്രമിക്കുമ്പോഴെല്ലാം അതിൻ്റെ പിന്നിൽ ഞാൻ അവരെപ്പോലെ അല്ല കേട്ടോ എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. എൻ്റെ ദൈവമേ, നിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലുമുള്ള ഈ അഭിനയത്തെയല്ലേ നീ അന്നും ഇന്നും കപടഭക്തി എന്ന് വിളിച്ച് ശാസിക്കുന്നത്? നല്ല ഭയം തോന്നുന്നു എൻ്റെ നാട്യങ്ങളോർത്ത്. മൂന്നാമത്, രോഗം മാറി നിവർന്നു നിന്നവളെ യേശു വിളിക്കുന്നത് അബ്രഹാമിൻ്റെ മകൾ എന്നാണ്. യേശു സക്കായിയെയും ഇങ്ങനെ വിളിച്ചിരുന്നു. എന്താണ് കാരണം? അവരുടെ വിശ്വാസം കൊണ്ടാണ്. അബ്രഹാം പിതാവായിട്ടുണ്ട് എന്ന് യഹൂദന്മാർ പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ അബ്രഹാമിൻ്റെ പ്രവൃത്തികൾ ചെയ്യണമെന്നാണ് യേശു പറഞ്ഞിട്ടുള്ളത്. ടു ബി കോൾഡ് എ സൺ ഓഫ് Abraham or a daughter of Abraham means that believe and live according to your belief. നമസ്കാരം.